അയ്യപ്പ ക്ഷേത്രം എന്ന് പറഞ്ഞ ഇന്നത്തെ ഇന്ത്യൻ്റെ അനിവാര്യമായ ഒരു പ്രസ്ഥാനമാണ്. കാരണം എല്ലാ അംഗങ്ങളുടെ മതങ്ങൾക്കും ഒരു പിന്നെ ആത്മീയമായിട്ട് പോയി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായി അയ്യപ്പ ക്ഷേത്രം, അതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സൗഹാർദ്ദം, എല്ലാ മതങ്ങളും മനുഷ്യന്മാരും ഒരുമിച്ച് കൂടുന്ന ഒരു സംഗമത്തിന് നമ്മളെപ്പോഴും പ്രാധാന്യം കൊടുക്കണം. അതാണ് ഇന്നത്തെ അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പരിപാടിക്ക് നമ്മൾ ഏവരും അതിന് പിന്നെ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുന്നതാണ്. അതിൻ്റെ പേരിലാണ് അതിനെ സഹായിക്കുകയും പിന്നെ സഹായിക്കുന്നതല്ല, അതിന് പങ്കെടുക്കുകയും അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുള്ളത്. സ്പോൺസറൊന്നും എന്നോട് ആരും സ്പോൺസർ ചോദിച്ചിട്ടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്നാ സാധിക്കുന്ന സഹായ സഹായങ്ങൾ ചെയ്യും. അതാണ് എൻ്റെ കാര്യം. കാരണം ഇത് അനിവാര്യമാണ്. കാരണം എല്ലാ മതസ്ഥരും ഒന്നു ചേരുന്ന ഒരു ആത്മീയ ദർശനം അവിടെ കാണുന്നുണ്ട്. അത് എഴുതി കാണുന്നില്ലേ, നമ്മൾ അദ്വൈതം എന്നുള്ളത് ഇതെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു തോന്നിച്ച ഉണ്ടാകുന്ന ഒരു ക്ഷേത്രം അത് മാത്രമാണ്. അതുകൊണ്ടാണ് എല്ലാ മതങ്ങൾക്കും ആത്മീയമായി ഒരു ആത്മീയ ദർശനമുള്ള ഒരു സ്ഥലമായി അയ്യപ്പ ക്ഷേത്രം. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്നത്തെ ഇന്ത്യൻ്റെ സെക്യുലർ സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായിട്ട് ഒരു സംഘടനയായിട്ട് ഞാൻ കാണുന്നു. തീർച്ചയായിട്ടും അത് അങ്ങനെയുള്ള ദർശനത്തിന് കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുക, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നത് ഗവൺമെൻറ്റിനും ആവശ്യമാണ്. അത് ഭരിക്കുന്ന ഗവൺമെൻറ് ആവശ്യമാണ്. അതാണ് ഗവൺമെൻറ് ചെയ്യുന്നുള്ള വിശ്വാസമാണ് എനിക്ക്. ഇതിൻ്റെ രാഷ്ട്രീയം കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം.